2008 സെപ്റ്റംബർ 1 അറബ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനി അബുദാബി യുണൈറ്റഡ് ഗ്രൂപ്പ് ഇംഗ്ലീഷ് ക്ലബായ മാഞ്ചസ്റ്റർ സിറ്റിയെ ഏറ്റെടുത്ത ദിവസമായിരുന്നു അത്. സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിന്റെ അവസാന ദിനമായതുകൊണ്ട് തന്നെ ഒരു അപ്രതീക്ഷിത സൈനിങ്ങിലൂടെ പുതിയ ഓണേഴ്സ് അവരുടെ വരവറിയിക്കാൻ തീരുമാനിച്ചു. സാക്ഷാൽ റൊബീനിയോ എന്ന ബ്രസീലിയൻ താരം ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത് ദ നെക്സ്റ്റ് പെലെ എന്നായിരുന്നു. അദ്ദേഹത്തെ ഫുട്ബോൾ ആരാധകർ അത്തരത്തിൽ വിശേഷിപ്പിച്ചതിൽ തെറ്റൊന്നും പറയാനില്ല. കാരണം അദ്ദേഹം ഒരു ടാലന്റഡ് ഫുട്ബോളർ ആയിരുന്നു. തന്റെ സ്കില്ലുകൾ കൊണ്ടും ഡ്രിബ്ലിംഗ് മികവ് കൊണ്ടും ആരാധകരെ തീർത്തും ആകാംക്ഷയിലാഴ്ത്തിയ കളിക്കാരൻ. എന്നാൽ റയൽ മാഡ്രിഡ് പോലൊരു വമ്പൻ ക്ലബ്ബിൽ കളിച്ച എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നിട്ടും നിർഭാഗ്യവശാൽ മാഞ്ചസ്റ്റർ സിറ്റി എന്ന ഇംഗ്ലീഷ് ക്ലബ്ബിലേക്കുള്ള നീക്കം റൊബീനിയോയെ സംബന്ധിച്ച് അത്ര നല്ല ഓർമ്മയായിരുന്നില്ല. വർഷം 2008 ഈ ഒരു സംഭവം നടക്കുന്നത് എന്ന കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇതേ വർഷം റയൽ മാഡ്രിഡ് എന്ന സ്പാനിഷ് കരുത്തർ അവരുടെ സീസൺ മികച്ച രീതിയിൽ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. പക്ഷേ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ റയൽ സ്വന്തമാക്കിയ വാണ്ടർവാർട്ടും ഹണ്ടലാറും ലസാന ഡിയാറിയുമെല്ലാം പിന്നീട് ക്ലബ്ബിൽ അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്ത താരങ്ങളായിരുന്നു. ആ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ അവർക്ക് ഒരു ആശ്വാസം എന്ന് പറയാനുണ്ടായിരുന്നത് റൊബീനിയോ എന്ന ബ്രസീലിയൻ താരത്തിന്റെ വിൽപ്പനയായിരുന്നു. ഏകദേശം 42 മില്യൺ യൂറോസിന്റെ ഡീലിലാണ് റൊബീനിയോയെ റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് വിൽപ്പന നടത്തിയത്. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു ട്രാൻസ്ഫറിലേക്ക് വഴിവെച്ചത്? ബ്രസീലിയൻ താരമായ റൊബീനിയോ സാന്റോസിൽ കാഴ്ചവെച്ചിരുന്ന പ്രകടനങ്ങൾ ലോക ഫുട്ബോളിൽ ഒരു യഥാർത്ഥ ചർച്ചാ വിഷയമായിരുന്നു. സാന്റോസിൽ റൊബീനിയോ എന്ന യങ്സ്റ്റർ അറിയപ്പെട്ടിരുന്നത് ദ നെക്സ്റ്റ് പെലെ എന്നും. സാക്ഷാൽ പെലെ എന്ന ഫുട്ബോൾ ലെജൻഡിന്റെ ക്ലബിലെ നാളുകൾക്ക് ശേഷം സാന്റോസിന് ലീഗ് ടൈറ്റിൽ നേടാൻ സാധിച്ചത് റൊബീനിയോയുടെ സാന്നിധ്യത്തിലായിരുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ അദ്ദേഹം തന്റെ ആരാധകർക്കിടയിൽ ഉണ്ടാക്കിയെടുത്ത ഇമേജ് വളരെ വലുതായിരുന്നു. അധികം വൈകിയില്ല സ്പാനിഷ് കരുത്തന്മാരായ റയൽ മാഡ്രിഡ് ആ 21-കാരനെ ഏകദേശം 24 മില്യൺ യൂറോയ്ക്ക് സാന്റിയാഗോ ബെർണബേയിൽ എത്തിച്ചു. മാഡ്രിഡിലേക്കുള്ള നീക്കത്തിന് ശേഷം ലാലിഗ കിരീട നേട്ടത്തിലൂടെ അദ്ദേഹം തന്റെ പേരും പ്രശസ്തിയും ഒരിക്കൽ കൂടി ഉയർത്തിയപ്പോൾ ഒരുപാട് ഓർമ്മിക്കാൻ തക്കതായ പെർഫോമൻസുകൾ അദ്ദേഹം കാഴ്ചവെച്ചു. പക്ഷേ മാഡ്രിഡിലെ ഈ 3 വർഷങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് ഇല്ലാതിരുന്നത് ഒരു കാര്യം മാത്രമായിരുന്നു: കൺസിസ്റ്റൻസി. ഒരു മത്സരത്തിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്താൽ തൊട്ടടുത്ത മത്സരത്തിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസുകൾ മോശമാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ 2008 റയൽ മാഡ്രിഡ് അദ്ദേഹത്തെ വിൽക്കാൻ തയ്യാറായി. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ക്ലബ്ബ് വിടാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് കരുത്തരായ ചെൽസിയിലേക്ക് മാറാനുള്ള ആഗ്രഹം അദ്ദേഹം മുന്നേ തന്നെ പ്രകടിപ്പിച്ചിരുന്നു. കാരണം ചെൽസിയെ അന്ന് പരിശീലിപ്പിച്ചിരുന്നത് ബ്രസീലിയൻ പരിശീലകനായ ലൂയി ഫിലിപ്പെ സ്കൊളാരി ആയിരുന്നു. മാത്രമല്ല പ്രൊഫഷണൽ പരമായി ചെൽസി വളരെ മികച്ച ഒരു പൊസിഷനിലായിരുന്നു. മുൻ സീസണിൽ പ്രീമിയർ ലീഗിൽ 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത അവർ കഴിഞ്ഞ 4 വർഷങ്ങൾക്കിടയിൽ 2 തവണ പ്രീമിയർ ലീഗ് ജേതാക്കളായിരുന്നു. മാത്രമല്ല 2007-8 സീസണിലെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിസ്റ്റുകളും. ഇതേ കാരണം കൊണ്ട് തന്നെ ചെൽസിയിലേക്കുള്ള ഒരു നീക്കം തന്നെ തിരിച്ചു വരാൻ സഹായിക്കുമെന്ന് അദ്ദേഹം ഏറെ വിശ്വസിച്ചു. ചെൽസിയുടെ ചീഫ് എക്സിക്യൂട്ടീവായ പീറ്റർ കെനിയാൻ റൊബീനിയോയെ ടീമിലെത്തിക്കുന്ന കാര്യത്തിൽ വളരെ കോൺഫിഡന്റ് ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ സൈനിങ്ങുമായി ബന്ധപ്പെട്ട നെഗോസിയേഷനുകൾ നടക്കുന്നതിന് മുൻപ് തന്നെ ചെൽസി റൊബീനിയോയുടെ പേര് പ്രിന്റ് ചെയ്ത ജേഴ്സികൾ വിൽക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്, അല്ലെങ്കിൽ വിറ്റത്, യഥാർത്ഥത്തിൽ റയൽ മാഡ്രിഡ് എക്സിക്യൂട്ടീവുകളെ പ്രകോപിതരാക്കി. തുടർന്ന് അവർ ആ ഡീൽ നടക്കുന്നതിൽ നിന്നും പിന്മാറി. വർഷം 2008 സെപ്റ്റംബർ 1 അറബ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയായ അബുദാബി യുണൈറ്റഡ് ഗ്രൂപ്പ് മാഞ്ചസ്റ്റർ സിറ്റി എന്ന ഇംഗ്ലീഷ് ക്ലബിനെ ഒരു പുതിയ ലക്ഷ്യത്തോടു കൂടി ഏറ്റെടുക്കുന്നത്. ഈ ദിവസം പ്രീമിയർ ലീഗ് ട്രാൻസ്ഫർ ജാലകത്തിലെ അവസാന ദിനമായിരുന്നു എന്ന കാര്യം ഓർക്കേണ്ടതാണ്. ട്രാൻസ്ഫർ ജാലകം മണിക്കൂറുകൾക്ക് ശേഷം അവസാനിക്കുന്നതിന് മുൻപ് ഒരു സ്റ്റേറ്റ്മെന്റ് സൈനിങ് നടത്തണമെന്നത് പുതിയ ഓണേഴ്സിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ക്ലബ്ബ് വിടുന്നതിന്റെ വക്കിലുണ്ടായിരുന്ന റൊബീനിയോ എന്ന വിങ്ങറെ സ്വന്തമാക്കാനായി ലോസ് ബ്ലാങ്കോസിനെ സമീപിച്ചു. ഏറ്റവും അവസാന ഘട്ടത്തിൽ തീർത്തും നിരസിക്കാനാവാത്ത ഒരു ഓഫർ അവർ മാഡ്രിഡിനെ മുന്നോട്ട് വെച്ചു. റൊബീനിയോയെ സംബന്ധിച്ച് തീരുമാനങ്ങളെടുക്കാൻ വെറും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഏതായാലും ക്ലബ്ബ് വിടാൻ ഓൾറെഡി തീരുമാനിച്ചിരുന്ന അദ്ദേഹം ഈ ഒരു ഓഫർ സ്വാഭാവികമായും സ്വീകരിച്ചു. പ്രീമിയർ ലീഗ് ട്രാൻസ്ഫർ ജാലകത്തിന്റെ ഡെഡ്ലൈൻ ഡേയിൽ മാഞ്ചസ്റ്റർ സിറ്റി റൊബീനിയോയെ ഏകദേശം 42 മില്യൺ യൂറോസിനെ സ്വന്തമാക്കി. സിറ്റി ആരാധകർ തീർത്തും ആകാംക്ഷഭരിതരായിരുന്നു. എന്നാൽ മറ്റൊരു കൂട്ടം ആളുകൾ അദ്ദേഹം പണത്തിനോടുള്ള അതിയായ ആഗ്രഹം കൊണ്ട് മാത്രമാണ് ചെൽസിക്ക് പുറമെ അന്നത്തെ വെറും ഏവറേജ് ടീം മാത്രമായിരുന്ന മാഞ്ചസ്റ്റർ സിറ്റി തിരഞ്ഞെടുത്തത് എന്ന തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിച്ചു. ട്രാൻസ്ഫർ ജാലകത്തിന്റെ അവസാന നിമിഷം നടന്ന കാര്യങ്ങൾ റൊബീനിയോയെ സംബന്ധിച്ച് വളരെ കൺഫ്യൂസ്ഡ് ആക്കി എന്നത് ക്ലബിലെ തന്റെ ആദ്യ പ്രസ് കോൺഫറൻസിൽ നിന്നും രസകരമായ രീതിയിൽ വ്യക്തമായിരുന്നു. സിറ്റിയിൽ സൈൻ ചെയ്ത ശേഷം അദ്ദേഹം പറഞ്ഞു, അവസാന ദിവസത്തിൽ ചെൽസി ഒരു നല്ല പ്രൊപ്പോസലായിരുന്നു എനിക്കായി സമീപിച്ചത്. അതുകൊണ്ട് തന്നെ ഞാനത് സ്വീകരിച്ചു. ഉടനടി റിപ്പോർട്ടർ
താൻ സിറ്റിയാണോ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചപ്പോൾ സോറി മാഞ്ചസ്റ്റർ സിറ്റി എന്ന് അദ്ദേഹം മറുപടി നൽകി. താൻ ഏത് ക്ലബിലാണ് സൈൻ ചെയ്തത് എന്ന കാര്യം ഒരു നിമിഷത്തേക്ക് റോബിനോ മറന്നു. 100% ക്ലബ്ബുമായി ഇഴകിച്ചേരാൻ കഴിയാത്തതുകൊണ്ടായിരിക്കാം ക്ലബിൽ വലിയ രീതിയിൽ അദ്ദേഹത്തിന് ഷൈൻ ചെയ്യാൻ സാധിച്ചില്ല. കൺസിസ്റ്റൻസി ഇല്ലായ്മ അദ്ദേഹത്തെ ക്ലബിന്റെ അവിഭാജ്യ ഘടകമാകുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തി. വളരെ ആകാംക്ഷ നിറഞ്ഞ ട്രാൻസ്ഫർ ആയിരുന്നു റോബിനോയുടെ സിറ്റിയിലേക്കുള്ള നീക്കമെങ്കിലും വെറും ഒരൊറ്റ സീസൺ മാത്രമാണ് അദ്ദേഹം ക്ലബിൽ പന്ത് തട്ടിയത്.